ഹലോ ഗായ്സ്, രാവിലെ തന്നെ മീൻ പിടിച്ചാൻ പോകുന്നില്ല. മൂച്ചി ഭ്രാന്ത്. എൻ്റെ ചെരുപ്പ് കുടുങ്ങി ഗായ്സ്. ഇതുണ്ടോ, ചവിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടോ? ഔ അരികെ കുടുങ്ങിട്ടോ. ഔ ചെരുപ്പ് കാലം കൂടി പിടിച്ച പിടിച്ച എന്താ ഗായ്സ്, രാവിലെ തന്നെ അവസ്ഥ ഇപ്പൊ ഇതൊക്കെ. കുടുങ്ങി ഗായ്സ് കാലി. ഞാൻ അവിടുന്നേ അപ്പം നമ്മൾ ഫിഷിങ് അങ്ങനെ നടന്നുകൊണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ലൂർ ഫാക്ടറിയുടെ സ്വന്തം. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോളോ ടു. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഫിഷിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ പുഴയേക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സാഹസികമായ സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ബാക്കി പത്രം കാണിച്ചത് കാലുണ്ടോ, കാലൊക്കെ പോയി ഗായ്സ്, ചേർപ്പ് പൂന്തി. അതിൻ്റെ വീഡിയോ ഉണ്ട്, കണ്ടോളൂ നിങ്ങൾ. പിന്നെ അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കാവാം ഗായ്സ്. ഞാൻ ആവശ്യത്തിന് അവിടെ ചാടിയാണ്. ചാടിയത് നേരെ ഞാൻ അവിടെ മറ്റേ അപ്പുറത്തൊക്കെ എങ്ങനെ അറിയോ, തോട്ടി അമരൂല കേട്ടോ. ഇവിടെ നല്ല അമരുണ്ട്. ഇനി നമ്മൾ എത്രത്തോളം കയറാൻ നോക്കും ഗായ്സ്, അത്രത്തോളം ഇതിന് അടിക്കൊണ്ട് പോകും. ചെരുപ്പായി വന്നൂരെ, ചെരുപ്പായി വന്നൂരെ ഗായ്സ്. ചെരുപ്പിന്റെ പണി. ഇതെന്താ കുപ്പിച്ചിട്ടുണ്ടോ? പിജി പോണു ഗായ്സ്. ആ കുടുങ്ങി ഗായ്സ്. ചെരുപ്പാണ് പെരുങ്കാലം. കാരിക്ക പോണു. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങണം അല്ലേ. വീടു വീടു രാവിലെ തന്നെ മുണ്ട് അരികെ അരികെ. ഇന്ന് കണ്ടകശേനി ഒന്നുമില്ല, കണ്ടകശേനി കൊണ്ടേ പോളൂ ഗായ്സ്. പിന്നെ ഗായ്സ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായി. ഞങ്ങൾ എന്ത് മുള്ളോ ഗായ്സ്, ഈ മുള്ളൊക്കെ കൊണ്ടുപോകണത് മീൻ കിട്ടാനാട്ടോ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ ഇല്ല മൂട് പോവും. ഇത് പോണ വഴിയുണ്ടോ, ഇതാ ഉറുമ്പടിച്ചു. ഈ സാധനം കണ്ടോ, ഈ സാധനം കുത്തും എന്നൊക്കെ പറഞ്ഞാൽ ആട്ട കുത്തും. നിൽക്കണോക്കെ ഇതുമ്പോൾ അങ്ങനെ കാലുകൾ വരുത്തിയ എന്നറിയും. ഇതൊക്കെയാണ് ഗായ്സ് നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോഴത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസ് ഇനി അടിപൊളി വരും. നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ. പിന്നെ പറയുന്നത് വെച്ചാൽ ഭയങ്കര മഞ്ഞ കേട്ടോ, നല്ല മഞ്ഞുണ്ട്. മഞ്ഞാണ് മെയിൻ. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി ഗൈസ്. സ്പോട്ട് അവിടെയാണ്, താരിക്കവിടെ ഉണ്ട് കണ്ടോ. അല്ല അവിടെ നല്ല സ്ഥലത്തേക്ക് എത്തി. അറിയാ എന്താ പാട്? അതിൻ്റെ തീറ്റ ഉണ്ടോ? ഓ, തീറ്റ ഉണ്ടെങ്കിൽ കരിമീൻ കുടിച്ചാൽ കുറച്ചാലോ. അതെ. ഓ ഗായ്സ്, ചേറാൻ അടിച്ചാൽ പോയിക്കണ്ട് ഗായ്സ്. അവിടെ നോക്കി ട്യൂബുമ്മ പോയിക്കുക. മൂപ്പര് കിട്ടാനുള്ള കാരണം അതാണ് മൂപ്പരവിടെ പോയിക്കണ്. മോനെ മഞ്ഞാട്ട് ഗൈസ്, പെരും മഞ്ഞാണ്. അപ്പം ഞങ്ങൾ പരിപാടി എന്തായാലും തുടങ്ങട്ടെ. നമ്മളെ സ്പോട്ട് ഇതാട്ടോ. കിട്ടുമെന്ന് തന്നെ അല്ല, എന്നാലും നോക്കി നോക്കാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ലൂർ ഫാക്ടറിയുടെ സ്വന്തം ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. അപ്പോൾ ഇതൊരു ഗ്രീൻ കളറ് ബ്ലാക്കും മഞ്ഞ ഇത് വരുന്നത് നമ്മൾ ഓൺലൈനിൽ വരുത്തിയ കേട്ടോ. നൈസ് സാധനമാണ്. നമുക്ക് നോക്കി ഇതിനെന്താ റിസൾട്ട് ഉണ്ട് നോക്കിയേക്കാൻ മതി കേട്ടോ. ഗൈസ് ഓർഡർ മീൻ മറന്നു പോയിപ്പോൾ ഗായ്സ്. താരിഖിൻ്റെ ചെങ്ങനെ റീലൊന്നും ഇങ്ങനെ ആക്കണ് തിരിച്ചൊക്കെ. താരിഖൊക്കെ ഗൈസ് ചൊറുക്കേ കഴിഞ്ഞ് മഞ്ഞുണ്ടാവണം അറിയില്ല കേട്ടോ. നല്ല മഞ്ഞല്ലേ, തേങ്ങ ഉണ്ട് ഗൈസ്. ഗൈസ് ഒരു ചങ്ങായി ഇപ്പോൾ ഇതിനെ പോയിരുന്നില്ലേ, മൂപ്പരേ കാസ്റ്റ് ചെയ്യണം. പക്ഷെ എന്താ പറയുക, വള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. മൂപ്പരൊക്കെ ഒരു മൂച്ചു പ്രാന്ത അടിച്ചു ആക്കണു. ഓക്കെ, ആ പുല്ലിൻ്റെ ബാക്കിലുണ്ട്. ഈ പുല്ലുണ്ടോ, ആ പോണു
ആണോ മൂപ്പരൊക്കെ പ്രാന്തി. എൻ്റെ കൊതു അടിച്ചിട്ടുണ്ട് കൈസ്. എൻ്റെ ഈ ഫ്രോഗില്ലേ ഇത് ഡബിൾ സ്പിന്നർ കേട്ടോ സാധനം. നമ്മൾ പറഞ്ഞു വരുത്തിയാണ്. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം കാസ്റ്റിംഗ് റേഞ്ച് കിട്ടും. പിന്നെ അത്യാവശ്യം ഹുക്ക് പ്രൈസും ഉണ്ട്. നമ്മൾ നോക്കി നോക്കാം നമുക്ക് എന്തായാലും. ഗൈസ് നമ്മളെന്തായാലും ഇപ്പോൾ കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രോഗടെ പോണു ഇനി നമുക്ക് ബെയിൽ അടച്ചിട്ട് അത് റിട്രൈവ് ചെയ്യണം കേട്ടോ. ഹലോ ഗൈസ് ഓലിക്ക് മീനടിച്ച് മിസ്സായിട്ടിപ്പോൾ കൺമുഞ്ഞിന്ന് നല്ല സൈസിൽ സാധനം മിസ്സായി പെട്ടെന്ന് കുഴപ്പം. മൂപ്പരത് അവിടെ ഉണ്ട് കേട്ടോ. ഓ ഗായ്സ് അടിപൊളി സാധനമായിരുന്നു. മൂപ്പര് വളഞ്ഞു റോഡ് ഉണ്ട്. പക്ഷെ അതിന് പോയി. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ കാശിൻ്റെ ഈ കേട്ടോ. ഓക്കെ ഓർക്ക് മീനടിച്ച് മിസ്സാടാ. നല്ല അടിപൊളി മീൻ ഗൈസ് അവിടുന്ന് ഞങ്ങൾ എറിയട്ടോ അവിടെ ഉണ്ടോ. താരിക്ക് എറിഞ്ഞ ഒരു കാശ് ചെയ്താ ഗായ്സ്. ആ ചെക്കൻ്റെ മൂട് പോയി. വലിയൊരു മീനായിരുന്നു. ഇയാൾ ഇവിടെ ഉണ്ട് കേട്ടോ. താരിക്ക് മാറി മാറി കാസ് ചെയ്യുന്നുണ്ട്. ഞാനും കുറേ എറിഞ്ഞ് നോക്കി. അപ്പോൾ ഒന്ന് നിൽക്കാച്ചിട്ട് നിന്നാണ് ഇവിടെ. ഫ്രോഗ് അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ഗൈസ് മീനുകളൊക്കെ ലീവ് പോകുന്നുണ്ട്. ഒരു മീനും സ്ട്രൈക്ക് ചെയ്യില്ല. സ്ട്രൈക്ക് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും. കാരണം നമുക്ക് അത്യാവശ്യം കണ്ടോ നമ്മൾ ഇട്ടുന്നത് ബില്ലി കോട്ട. ഇത് ബില്ലി കോട്ടല്ല, ലൂർലിക്സ് എന്ന സാധനമാണ് കണ്ടോ. ഈ സാധനത്തിന് അത്യാവശ്യം എല്ലാ മീനും അടിക്കുക ഈ സാധനത്തിന് കണ്ടോ. അപ്പോൾ താരിക്കും ഇങ്ങനെ മരം കയറിയുണ്ട്. മീനടിക്കില്ല. നോക്കട്ടെ ഒന്നുകൂടി ചെറിയൊരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു അങ്ങനെ എറിഞ്ഞിരുന്നത് അവിടെ എത്തി കണ്ടോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ശേഷം നമുക്ക് ഒരു കാർ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ചെറിയ ഫിഷിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട ശേഷം അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ റോഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുഴങ്ങി. ഇനി നമ്മളെ അടിപൊളി സാധനത്തിന് നമ്മൾ ഇറക്കാൻ പോകണം. ഏതാ സാധനം ഗൈസ്? ഈ സാധനം എടുക്കേണ്ടത് എടുത്തോളൂ കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിയാണ്. ആർക്കും കൊടുത്താണ്. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ സാധനം ഏതാണ്? അത് കയറും അടിയിൽ കൂടെ എടുക്കും. അടിയിൽ വരും. ഇത് നമ്മളേ തിൻ ഫ്രോഗ് പറഞ്ഞാൽ തിൻ ഫ്രോഗ്. ഇതിനത്ര തിന്നില്ല ഫ്രോഗ്. ഇതേക്കോട്ടെ തൊട്ട കണ്ടോ തൊട്ട സാധനം കയറും മീൻ. ഒരടിക്ക് സാധനം ഇത് നമുക്ക് കയറും. ഹലോ നമ്മളിനി കണ്ടോ ഇത് ഞാൻ അവർക്ക് ഓൺലൈനിൽ വെച്ച് കൊടുത്താണ്. ഇതെന്താ സാധനം? പേരും മറന്നില്ല. ഷാഡല്ല ലൂറാണ്. നമുക്ക് വാള കയറി നോക്കാം. വാള കിട്ടുമെന്ന് സംശയമുണ്ട്. നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് താരിക്ക് എറിയാൻ പോവാണ്. ഞാൻ കണ്ടു അതിൻ്റെ ആക്ഷൻ കണ്ടു. ഗൈസ് ഇതിൻ്റെ ആക്ഷൻ കാണിച്ചല്ലേ ലൂറിൻ്റെ കേട്ടോ. ഹലോ നേരെ ഗൈസ് വാള കണ്ടടിക്കും. അപ്പോൾ എന്നാൽ ബിസ്മിൻ ചെല്ലി കാസ്റ്റ് ചെയ്തോ. നിൽക്കട്ടോ അത് നോക്കിയറി നോക്കിയറി. താത്തി ടൈം കൊടുക്ക് താത്തി വരി ഗൈസ്. ഇതുമ്പോൾ മീനടിച്ചാൽ 1 million ആക്കാം കേട്ടോ. കുറച്ച് എറിഞ്ഞിട്ടേ ഒന്ന് ലൂസാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷിങ് അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫ്രോഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. കണ്ടോ നൈസായില്ലേ. അപ്പോൾ താരിക്ക് ഇവിടെ
നമ്മുടെ സ്പൂൺ സാറിന് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനി സ്പൂൺ കാസ്റ്റ് ചെയ്ത് നോക്കാന്നതായിരിക്കും പറയുന്നത്. ആർക്കട്ടെ ഇവിടുന്ന് പക്ഷേ ഇതായി പോക്കണക്ക് അതിൻ്റെ വൈദ്യുതി മീൻ കിട്ടണല്ലേ ഗൈസ്. നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പോൾ ഗൈസ് നമുക്ക് മീൻ കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക ആ ഒരു ഹാരം എന്ന് വെച്ചാൽ ആ മീൻ പിടിക്കാനുള്ള ഒരു കടപ്പ് അത് തീർക്കാണ്ട് രാവിലെ തന്നെ നീച്ച് പോകുന്നു 6 മണിക്ക്. അപ്പോൾ അത്ര വൈബ് കിട്ടുന്ന വേറെ സംഭവം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് വൈബാണ്. കാരണം രാവിലെ നേർത്തി വെച്ചിട്ട് ഈ ഒരു മഞ്ഞും അടിപൊളിയാണോ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് തണുത്തിട്ട് ഇങ്ങനെ എറിയുക കാസ്റ്റുക ഒരു മീനോട് അടിച്ചാണല്ലോ ആഹാരത്തായി. നടക്കട്ടെ എന്തായാലും താരിക്കുന്ന ചലഞ്ച് ഇവിടുന്ന് ഈ സാധനം സ്പൂളിലൂടെ നമ്മൾ അക്കരമ്പൊക്കെ എത്തിച്ചാൽ തോന്നി. നമുക്ക് പരമാവധി സ്പൂളിൽ എറിയാം. നോക്കട്ടെ എറി. ഇല്ല ഗൈസ് കാറ്റ് പിടിച്ചാണ് ഗൈസ്. എവിടെ എങ്ങനെ എങ്ങനെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് റീൽ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ എല്ലാവർക്കും എന്നല്ല അറിയണത്, ചില ആൾക്കാർക്ക് റീൽ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ റീലും റോഡും വരുന്ന സാധനം. അപ്പോൾ ഇതിലുണ്ടോ ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈരുണ്ടോ ഈ ഈരമ്മ ഇത് പോകണത് കണ്ടോ. അപ്പോൾ ഈ ഈര നമ്മളിവിടെ പിടിച്ച് വെക്കുക ഇങ്ങനെ കൈ പിടിച്ചിട്ട്. എന്നിട്ട് ഈ ബൈനാമല്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ഈര ഇങ്ങനെ പോകണ്ടോ. അപ്പോഴാണ് ഈര പുറത്തേക്ക് പോകണത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അടച്ചിട്ട് പിന്നെയും കയറ്റിയിട്ട് തുറന്നിട്ട് ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഈ ബ്രൈഡ് തുറക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിരലുണ്ടോ ഈ വിരലിൽ ഇവിടെ നിന്ന് വിട്ട പോവും കണ്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഒന്ന് ഒരു എറിഞ്ഞ് നോക്കാം. ഓക്കെ കേട്ടോ കണ്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ ആദ്യം നമ്മളെ ഒരു സ്പോട്ട് നമ്മൾ നോക്കി വെക്കുക. എവിടെയാണ് മീൻ മരണത് കാരണം നോക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി നമ്മൾ ബാക്ക് വെക്കുക. ഇങ്ങനെ എപ്പോഴും വരുമ്പോൾ ഇങ്ങനെ ബാക്കിൽ ആളുണ്ടോ നോക്കണം അല്ലെങ്കിൽ കുളത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗമാണ് പ്രഷർ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സാധനം ദൂരം പോകാം കണ്ടോ. അപ്പോൾ നമുക്ക് എറിഞ്ഞ് നോക്കാം അല്ലേ. കേട്ടോ അത്രയും ദൂരം പോയി പോകും. എന്നാലും എന്ത് ചെയ്യുക നമ്മൾ ഈ റീലിൻ്റെ ബൈനാമോ ഉണ്ടോ എന്താണ് ബൈനാമോ ഈ സാധനം. അപ്പോൾ ഇതടക്കുക. ഇതടച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്രൈവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്ത് സ്പൂൺ കൊണ്ടോട് കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക താത്തിയിട്ട് വലിക്കുക കണ്ടോ. ഗൈസ് താത്തി വലിക്കുക കണ്ടോ. പരമാവധി താത്തി ഇങ്ങനെ വലിക്കുമ്പോൾ ചെറിയ സ്ട്രൈക്ക് കിട്ടും. പോയി ഗൈസ് എന്താണ് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെ ഫിഷിങ് ഇന്നത്തെ കഴിഞ്ഞു. കാരണം അതിനെ ഉച്ചക്കുണ്ട് വേറെ. പക്ഷേ ഇന്നത്തെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മീൻ കിട്ടില്ല. മീൻ നിങ്ങൾക്ക് അറിയാം ഫിഷിങ് ആകുമ്പോൾ ചില ദിവസം മീൻ കിട്ടും ചില ദിവസം മീൻ കിട്ടില്ല. പക്ഷെ നമ്മൾ ഈ വരുന്നതും ഇവിടേക്ക് വരുന്ന കാര്യങ്ങളും കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരും. അത് ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇവിടെ തന്നെ ആകാരം. നമുക്ക് കുറച്ച് കാർ ഫിഷിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. ടാറ്റാ ബൈ.